കായംകുളം നഗരസഭ 13-ാം വാർഡിലെ 73-ാം നമ്പർ അംഗനവാടിയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 13-ാം വാർഡിലെ കാക്കനാട് 73-ാം നമ്പർ അംഗൻവാടിയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഷീറ്റും ഓടും ഒക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ഭിത്തിയൊക്കെ അടർന്നു പോയി വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് മിനി ഇങ്ങനെ ഈ അംഗനവാടി പുനരുദ്ധാരണം ചെയ്യണമെന്നും അതിന് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. നമ്മൾ ആദ്യം കുറച്ച് ഫണ്ട് കൊടുത്തു. ആ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഏതായാലും പാർക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്ടർ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ അഷ്റഫാണ്. ആ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷീബ ഇവിടെ പോകുന്നുണ്ട്. ഷീബയുടെ കാര്യം പറഞ്ഞു കേട്ടെ, നമ്മുടെ CDS ചെയർപേഴ്സൺ. അപ്പം അവിടെ ഇപ്പോൾ കറണ്ട് വേണമെന്ന് പറഞ്ഞ് അതിന് ഫണ്ട് കൊടുത്തു. പിന്നെ ഇനി വെള്ളമില്ലയോ, അതിന് അവിടെ അപേക്ഷ കൊടുത്താൽ മതി. കുടിവെള്ള പ്രശ്നം പറയുന്നുണ്ട്. അത് കുടിവെള്ളത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കുടിവെള്ളം എടുക്കുന്നതിനുള്ള സംവിധാനം നഗരസഭയിലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്ത് ടൈലിട്ടിട്ടില്ലെങ്കിൽ ടൈലിനെക്കാട്ടി മനോഹരമായിട്ടുള്ള തറയാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇത് കുറേ വർഷം കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടേജ് അത് പിന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു മെയിൻ്റനൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കൊടുത്ത് അപ്പോൾ ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്വന്തമായി ഉള്ള ഒരു അടച്ചുറപ്പുള്ള ഒരു ബിൽഡിങ്ങിൽ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം. കാരണം ഇവിടെ ഇത്രയും കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പിന്നെ വാടക കെട്ടിടത്തിൽ ഇരുന്ന് പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. ഏതായാലും നല്ലൊരു സംരംഭം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 33-ാം വാർഡിൽ ഇതുപോലെ തന്നെ ഒരു അംഗനവാടിയുടെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഉണ്ട്. നമ്മുടെ ICD സൂപ്പർവൈസറുടെ പേരും പറയാൻ പറ്റും. ഇങ്ങനെ വന്നിടത്ത് പറയാൻ പറ്റുമോ കേട്ടോ, സോറി. അപ്പം ICD സൂപ്പർവൈസറൊക്കെ പറയും ചെയർപേഴ്സൺ അംഗനവാടി അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്ന് പുനരുദ്ധാരണം ചെയ്യണമെന്നൊക്കെ. പക്ഷെ നമുക്ക് ഇത്ര ലക്ഷം രൂപയാണ് അതിനു വേണ്ടി ഫണ്ട് വയ്ക്കുന്നത്. ആ ഫണ്ടിൽ നിന്നും പല വാർഡുകളിലേക്കും ഞാൻ ചോദിക്കും, അങ്ങനെ ഇത് കൊടുക്കും. ഇപ്പോൾ ഇത് സ്വന്തമായുള്ള കെട്ടിടമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ, കാരണം എല്ലാ അംഗനവാടിയിലും ഫ്രിഡ്ജില്ല. വാർഡ് കൗൺസിലർ മിനി സാമുവൽ അധ്യക്ഷയായി. നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുകൊണ്ട് വിളിച്ചവരെല്ലാവരും തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. 2 വർഷം കൊണ്ട് അടച്ചിട്ടിരുന്ന ഒരു അംഗനവാടിയാണിത്. അപ്പോൾ ടീച്ചർ എന്നോട് പറയും, എങ്ങനെയാ ചേച്ചി ഈ അംഗനവാടി ഒന്ന് മെയിൻ്റനൻസ് ചെയ്യണമല്ലോ, ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്, ചോരുമൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ നഗരസഭയെ പറയട്ടെ. അങ്ങനെയാണ് നമ്മുടെ ചെയർപേഴ്സൺ 6 ലക്ഷം രൂപ മെയിൻ്റനൻസിന് ഈ അംഗനവാടിക്ക് തന്നത്. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടർ അഷർബിക്ക പുള്ളിക്കാരന് ആ വർക്ക് ഏറ്റെടുക്കുകയും നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചുരുങ്ങിയ വർക്കെടുത്ത് എഗ്രിമെൻ്റ് ചെയ്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ അംഗനവാടിയെ മനോഹരമാക്കി തന്നു. പെയിൻറ്റിങ്ങും വാർപ്പും എല്ലാം. പക്ഷേ തറയൊട്ടിക്കുന്നതിന് വേണ്ടി മാത്രം ഫണ്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സഹായിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരോട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അതിനെന്താ മെമ്പറെ നമുക്ക് തറയൊക്കെ ഒട്ടിക്കാം. അങ്ങനെ തറയൊട്ടിക്കുന്നതിനും പിന്നെ ഈ അലങ്കരിക്കുന്നതിനും പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രിഡ്ജ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മായ രാധാകൃഷ്ണൻ, S കേശുനാഥ്, കൗൺസിലർമാരായ ലേഖ മുരളീധരൻ, T രഞ്ജിതം, ബിനു അശോക് തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ മോനി, അംഗൻവാടി അധ്യാപിക രാജിനി, മാതാപിതാക്കൾ, കുട്ടികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.